മല്ലൂസ് പെസ്റ്റിസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ പോലെ ഇന്ന് നമ്മുടെ ഹോളിഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഡേ 1 വി ആർ ഇൻ സൗത്താംപ്ടൺ. അപ്പം നമ്മൾ ഹോളിഡേയിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. ഞങ്ങൾ 6 മണിക്ക് തന്നെ എല്ലാവരും എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എല്ലാവരും എഴുന്നേൽപ്പിച്ചു. ഞങ്ങൾ നേരത്തെ റെഡിയാകാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഗേൾസിന് റെഡിയാകാനായിട്ട് കുറച്ച് താമസം എടുക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളത് പ്രീ പ്ലാൻ ചെയ്ത് ഞങ്ങൾ നേരത്തെ ഒരുങ്ങി തുടങ്ങി. മഞ്ജു ചേച്ചിയുടെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉടനെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ചേച്ചി റെഡിയായെന്ന് നോക്കാൻ വേണ്ടി ചേച്ചിയുടെ റൂമിൽ വന്നതാണ്. അപ്പോൾ ചേച്ചി താണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പാറു മുടി കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് ഡ്രൈ ആയിട്ടും ഫ്രിസി ആയിട്ടും കിടക്കുവാണ്. അപ്പോൾ ചേച്ചി എനിക്ക് കുറച്ച് ഹെയർ സിറമൊക്കെ കുറച്ചും കൂടി ഇട്ട് തന്ന് ഒന്ന് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഫൈനൽ ടച്ച് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ താണ്ടെ ലിഞ്ചു ചേച്ചിയും ജയമോൾ ചേച്ചിയും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒട്ടും താമസിച്ചില്ല. എല്ലാം ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ പ്ലാൻ ചെയ്ത ടൈമിന് തന്നെ ഇറങ്ങാൻ പറ്റി. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ ഈ ബുക്കിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും നല്ല എൻജോയ് ചെയ്ത് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഹോളിഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. സാധാരണ നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്യുമ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണെങ്കിലും അത് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. സീരിയൽസോ ടോസ്റ്റ്, മാക്സിമം ടോസ്റ്റേ നമുക്ക് കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡഡ് വരാറുള്ളൂ. പക്ഷേ ഇതിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിഡ്സ് എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു. അവർക്ക് ഓപ്ഷൻസ് കൂടുതലായതുകൊണ്ട് തന്നെ മഫിൻസും കേക്ക്സും അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ എല്ലാം സെറ്റായി ഇറങ്ങി. കുറച്ച് ലോഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കാറിലേക്ക്. കുറച്ച് ലഗേജും കാര്യങ്ങളുമൊക്കെ ഓർഗനൈസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ കുറച്ച് ടൈം എടുത്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ പിന്നെയും നമ്മൾ ഹാങ് അറൗണ്ട് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇറ്റ്സ് ബീൻ എ വെരി ലോങ് ടൈം ഞങ്ങൾ ബെസ്റ്റീസ് ഫാമിലീസ് എല്ലാവരും കൂടെ ഒരു ഹോളിഡേയ്സിന് പോയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോളിഡേ ഒത്തിരി പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഹോളിഡേ ഈ 7 ഡേയ്സ് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഹോളിഡേ വേറെ എങ്ങുമല്ല, വി ആർ ഗോയിങ് ടു സ്പെൻഡ് ദിസ് ഹോളിഡേ ഇൻ എ ക്രൂസ്. 7 ഡേയ്സ് ഇൻ എ ക്രൂസ്. അതുതന്നെയാണ് ഈ ഹോളിഡേയുടെ പ്രത്യേകത. ഞങ്ങൾ 4 ഫാമിലീസും ആദ്യമായിട്ടാണ് ക്രൂസിൽ ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു കട്ട വെയിറ്റിങ്ങും എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ടായിരുന്നു. കിഡ്സിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. ഒപ്പം ചെറിയൊരു പേടിയും ഉണ്ട്. കാരണം 7 ദിവസം സീലല്ലേ, അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പേടി എല്ലാവരുടെയും മുഖത്തുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് കരുതി ഞങ്ങളെല്ലാവരും കട്ടയ്ക്ക് വെയിറ്റിംഗ് ആണ്. അപ്പം നമ്മുടെ സൗത്താംപ്ടൺ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് ട്രാവലേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പോർട്ടിലേക്ക്. അങ്ങോട്ട് എൻട്രി ചെയ്തപ്പോൾ തന്നെ നമുക്ക് വലിയ ട്രക്കുകളും കണ്ടെയ്നേഴ്സും ഒക്കെ കാണാൻ കഴിഞ്ഞു. നമ്മുടെ UK-യിലെ 2nd ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ടാണ് സൗത്താംപ്ടൺ. ഞങ്ങൾ ചൂസ് ചെയ്ത ക്രൂസ് MSCയുടേതാണ്. ഇതൊരു ഇറ്റാലിയൻ ഗ്ലോബൽ ക്രൂസാണ്. ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 6 ക്ലാസ്സസ് ആയിട്ടാണ്. അതിലെ ഒന്നാണ് ഫന്റാഷ്യ. ഞങ്ങൾ ചൂസ് ചെയ്തത് ഫന്റാഷ്യ MSC പ്രസിയോസയാണ്. അപ്പം ഞങ്ങളുടെ ഈ യാത്ര ആരംഭിക്കുന്നത് സൗത്താംപ്ടൺ പോർട്ടിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഹാംബർഗിലേക്ക്, പിന്നെ റോട്ടർഡാം, സീബർഗ് ആൻഡ് പാരീസ്, ദെൻ ബാക്ക് ടു സൗത്താംപ്ടൺ. ഇതാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ. പോർട്ടിൽ കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങൾ ക്രൂസ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ അതും കൂടെ സോർട്ട് ചെയ്തിരുന്നു. പോർട്ടിലേക്ക് കയറിയ ഉടൻ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മുടെ ഷിപ്പ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ വണ്ടി ഇവിടെ റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്ത് നമ്മുടെ ലഗേജ് എല്ലാം അൺലോഡ് ചെയ്തതിന് ശേഷമേ നമുക്ക് വണ്ടി കൊണ്ടുപോയി നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്പേസിൽ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പോയിന്റിലാണ് നമ്മുടെ ലഗേജൊക്കെ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു വലിയ ടെൻഷനായിരുന്നു ലഗേജിൻ്റെ വെയിറ്റ്. എല്ലാവരും മാക്സിമം പറഞ്ഞ വെയിറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി, എങ്കിലും ചില ബാഗേജൊക്കെ കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായില്ല. അവർ വെയിറ്റ് ഒന്നും ചെക്ക് ചെയ്യാതെ തന്നെ എല്ലാം കയറ്റി വിട്ടു. ഞങ്ങൾ അകത്ത് എംബാർക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എന്താണ് എംബാർക്കേഷൻ അല്ലേ? എംബാർക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടും ഡോക്യുമെൻസും ബയോമെട്രിക്കും ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല. എംബാർക്കേഷൻ പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. നമുക്ക് കൺസേൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം സ്മൂത്തായിട്ട് കഴിഞ്ഞു. എംബാർക്കേഷൻ പ്രോസസ്സിൽ നമുക്കൊരു കാർഡ് തരും. എല്ലാവർക്കും, ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഓരോ കാർഡ് തരും. ആ കാർഡാണ് നമ്മുടെ ID കാർഡ് പ്ലസ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ്. എല്ലാം ഈ കാർഡ് തന്നെയാണ്. നമ്മുടെ ഈ കാർഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ക്രൂസിനകത്തുള്ള ഷോപ്പിങ്ങും മറ്റുള്ള ആക്ടിവിറ്റീസിനുള്ള പേ ചെയ്യേണ്ടതെല്ലാം നമ്മുടെ ഈ കാർഡിലൂടെയാണ് മണി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ബാങ്ക് കാർഡുകളോ വേറെ ക്യാഷുകളോ ഒന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല.
ഈ കാർഡിൽ നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ എല്ലാം തന്നെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ ഫോട്ടോ, ക്യാബിൻ നമ്പർ എല്ലാം. അപ്പം നമ്മൾ ക്രൂസിലേക്ക് എൻട്രി ചെയ്യുവാണ്. അതിന് മുമ്പ് ഞങ്ങളുടെ പിക്ചേഴ്സൊക്കെ ഇവർ കുറേ എടുത്തു തന്നിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു എംബാർക്കേഷൻ ഡേയിലെ പിക്ചേഴ്സ് സോ സ്പെഷ്യലാണ്. അന്നത്തെ ഈവനിങ്ങിൽ ഇവർ ഈ പിക്ചേഴ്സൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പം നമുക്കത് കാണാൻ പറ്റും. ഒപ്പം നിങ്ങൾക്കത് വാങ്ങിക്കണമെങ്കിൽ അതും ചെയ്യാം എന്നിവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് അകത്തേക്ക് കയറുവാണ്. അങ്ങനെ കുറേ നേരത്തെ നടത്തത്തിനും വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ ക്രൂസിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചെക്ക് ഇൻ ചെയ്യാനായിട്ട് നമുക്ക് ആകെ വേണ്ട ഡോക്യുമെൻറ്റ്സ് എംബാർക്കേഷന് നമുക്ക് കിട്ടിയ ID കാർഡാണ്. അത് ഇൻഡിവിജ്വലായിട്ട് തന്നെ നമുക്കത് സ്കാൻ ചെയ്യണം. അവരത് ഹെൽപ്പ് ചെയ്യും. ഇവിടെ ക്യാമറ അലൗഡ് അല്ലെന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. MSC Preciosa-യിൽ 18 ഡെക്സ് ആണുള്ളത്. അതിൽ ഡെക്ക് 14ലാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അക്വാ പാർക്ക് ആൻഡ് സ്വിമ്മിംഗ് പൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മാസീവ് സൈസിലുള്ള 3 പൂളുകളാണ് ഉള്ളത്. ഡെക്ക് 18ൽ നിന്ന് ജോയിൻ ചെയ്യുന്ന വാട്ടർ തീം പാർക്ക് വളരെ അട്രാക്റ്റീവാണ്. ഷിപ്പിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ഈ ഏട്രിയം തന്നെയാണ്. അതിമനോഹരമായ ഇന്റീരിയർ ഡെക്കറേഷൻസ്, സ്റ്റെയർസ്, ലിഫ്റ്റ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ സ്റ്റെയർസ് തന്നെ നിങ്ങൾ കണ്ടില്ലേ? ഇത് നിർമ്മിച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇത് സ്വറോസ്കി ക്രിസ്റ്റൽസ് ആണ്. നിങ്ങൾക്കറിയാം എത്ര എക്സ്പെൻസീവ് ആണ് സ്വറോസ്കി ക്രിസ്റ്റൽസ് എന്നുള്ളത്. ഇതിൽ ഓരോ സ്റ്റെപ്പും കോസ്റ്റ് വരുന്നത് $8,000 ആണ്. ഇവിടെ തന്നെയാണ് റിസപ്ഷൻ ഗസ്റ്റ് സർവീസ് ഉള്ളത്. സ്റ്റാഫ്സ് എല്ലാം വളരെ ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതിന്റെ ആംബിയൻസ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഒരു രക്ഷയില്ല. ഈ ക്രിസ്റ്റലിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, പൊളിയാണ്. ക്യാപ്പച്ചിനോ ബാർ ഉള്ളത് ഡെക്ക് 7ലാണ്. കോഫി ലവേഴ്സിന് ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആണ്. ഡെക്ക് 15ലാണ് യാച്ച് ക്ലബ് ഉള്ളത്. ഈ ഏരിയയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതൊരു പ്രീമിയം സർവീസ് ആണ്. ലക്ഷൂറിയസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റും പൂളും ആണ് ഇവിടെ കാണുന്നത്. യാച്ച് ക്ലബിലെ ബാറും പൂളും ഇവിടുത്തെ ഒരു ആംബിയൻസും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതിന് ഇവിടുന്ന് കിട്ടുന്ന ഒരു ഫീൽ, പിന്നെ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ, ഔട്ട്സ്റ്റാൻഡിങ്. ഇതൊക്കെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ്. കാരണം ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഇതുകൂടാതെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഡെക്ക് 6 and 7 ആണ്. മുമ്പ് പറഞ്ഞ പോലെ ഡെക്ക് 7ലെ ക്യാപ്പച്ചിനോ ബാർ, ഒപ്പം സഫാരി ലോഞ്ച്, സ്പോർട്സ് ബാർ, ബൗളിംഗ്, പിയാനോ ബാർ, ഫോട്ടോഷോപ്പ്. ഞങ്ങൾക്ക് ഫോട്ടോസിനോട് അധികം ക്രേസ് ഒന്നും ഇല്ലാത്തതിനാൽ ഞങ്ങൾ കൂടുതൽ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. കൂടാതെ ഡെക്ക് 6 and 7ലാണ് പ്ലാറ്റിനം തിയേറ്റർ. മെയിൻ എന്റർടൈൻമെന്റ് വെന്യൂ തന്നെ എന്ന് പറയാം. ഇവിടെ ലൈവ് പെർഫോമൻസ് ലൈക്ക് അക്രോബാറ്റിക്സ്, ഡാൻസിംഗ്, മ്യൂസിക് അലയൻസ്, സോ മെനി ഇവന്റ്സ് ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ഡെക്സ് ആണ് ഈ തിയേറ്ററിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1600 ഗസ്റ്റ് ആണ്. ഡെയിലി ഡേ ആൻഡ് നൈറ്റ് ഷോസ് അവിടെ ഉണ്ടാവും. കിഡ്സിന് പ്രത്യേകിച്ച് ഡേ ടൈമിൽ ദേ ഹാഡ് എ ഗുഡ് ടൈം ഓവർ ദെയർ. പിന്നെ ഈവനിങ്ങിലുള്ള ഷോസിനെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഞങ്ങളുടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്പോട്ടായിരുന്നു ഡെക്ക് 6ലെ ഈ മിനിമോൾ വിത്ത് ഡ്യൂട്ടി ഫ്രീ ഷോപ്സ്. ഇവിടെ അക്സസറി ഷോപ്സ്, ബൊട്ടീക്സ്, ജ്വല്ലറീസ്, ഫാഷൻ ഐറ്റംസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഈവൻ അക്സസറി ഷോപ്സിനകത്താണെങ്കിൽ നമ്മുടെ ബാഗ്സ്, വെറൈറ്റി ഓഫ് കളക്ഷൻസ്, എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഇവർ ഓഫേഴ്സ് അനൗൺസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്നും പോയി ചെക്ക് ചെയ്യും, നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഉള്ളതാണെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾ മിസ്സാകാത്ത ഒരു സ്പേസ് തന്നെയായിരുന്നു ഇത്. പേര് പോലെ തന്നെ ഒരു ചെറിയ മോള് തന്നെയായിരുന്നു ഇത് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് വാച്ചസ്, സ്പെക്സ്, ക്ലോത്ത്സ്, എവറിത്തിങ്. എല്ലാം നല്ല ഒരു റേറ്റിൽ തന്നെ നമുക്കിത് കാണാൻ കഴിഞ്ഞു. ഷോപ്പിങ്ങിന് ഞങ്ങൾ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തന്നെ വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. ബ്യൂട്ടിഫുൾ മില്ലേനിയം സ്റ്റാർ കാസിനോ, ഇത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടായിരുന്നു, സ്പെഷ്യലി ഫോട്ടോ എടുക്കാൻ വേണ്ടി. കാരണം അടിപൊളി ആംബിയൻസ് ആയിരുന്നു. എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തൊരു പ്ലേസ് ആയിരുന്നു ഇത്. കസിനോയിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഫിനിക്കിയൻ പ്ലാസയും ഡയമണ്ട് ബാസുമാണ്. ഡെക്ക് 14ലാണ് നമ്മുടെ മായ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇവിടെ ബഫേ ആണ്. നമുക്ക് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ, എനി ടൈം ഫുഡ് അവൈലബിൾ ആണ് അവിടെ.
ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് വരെ അവർ വെറൈറ്റീസ് അവിടെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. മെക്സിക്കൻ, ഇറ്റാലിയൻ, യൂറോപ്യൻ അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഡിഷസ് ആയിരുന്നു അവൈലബിൾ ആയി. ഡിന്നറിന് നമുക്ക് ബുക്ക് ചെയ്തപ്പോൾ തന്നെ അവർ റെസ്റ്റോറൻറ്റ് സോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അലോട്ട് ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഗോൾഡൻ ലോബ്സ്റ്റർ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫുഡ് എല്ലാം ഓസം ആയിരുന്നു. നമുക്ക് സർവീസ് ചെയ്തൊരു മലയാളിയും കൂടെ ആയിരുന്നു, പിന്നെ പറയണ്ടല്ലോ, എല്ലാം പൊളിയായിരുന്നു. ഫുഡെല്ലാം ഒരു രക്ഷയില്ല, എല്ലാം കുസിൻസും അടിപൊളിയായിരുന്നു. എൻട്രൻസ് പ്രൊസീജിയറൊക്കെ സ്മൂത്ത് ആയിട്ട് കഴിഞ്ഞു. നമ്മൾ എൻ്റർ ആയത് ഡെക്ക് 5-ലായിരുന്നു. നമ്മുടെ ഏട്രിയത്തിൽ നിന്ന് കുറേ നേരം ഇവിടെ വായി നോക്കി നിന്നു. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യാബിനിലേക്ക് പോയി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പിന്നെ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ക്യാബിൻ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ MSC ക്രൂസ് കാർഡ് വെച്ചിട്ടാണ്. ഇത് തന്നെയാണ് നമ്മുടെ കീ, ബാങ്ക് കാർഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ ഈ കാർഡ് യൂസ് ചെയ്ത് നമ്മൾ റൂമിലേക്ക് കയറുകയാണ്. ഇതാണ് നമ്മുടെ ഡിലക്സ് ബാൽക്കണി റൂം. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. ക്രൂസിലുണ്ടായിരുന്ന 7 ഡേയ്സും ഹൗസ് കീപ്പിംഗുകാരുടെ ഹെൽപ്പ് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. അവർ 2 നേരം റൂം ക്ലീൻ ചെയ്യാൻ വരും. പിന്നെ ഇതെല്ലാം നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ നോ പറഞ്ഞാൽ അവർ വരില്ല. പക്ഷെ നമ്മൾ 2 നേരവും റൂമിൻ്റെ പുറത്ത് കാർഡ് എടുത്ത് വെച്ചിരുന്നു. മോർണിംഗിൽ റൂം എല്ലാം ടൈഡി അപ്പ് ചെയ്ത് നമ്മുടെ മാട്രസ്സൊക്കെ സോഫയാക്കി മാറ്റുകയും ഈവനിങ്ങിൽ ഡിന്നറും പാർട്ടിയും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ മാട്രസ് സെറ്റായിരിക്കും. അത് നമുക്ക് വലിയൊരു ഹെൽപ്പായിരുന്നു ഈ 7 ഡേയ്സിൽ. നമ്മുടെ കബോർഡിലേക്ക് വരുമ്പോൾ തന്നെ പ്ലെൻറ്റി സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. വാല്യുബിൾ ഐറ്റംസ് എല്ലാം നമ്മൾ ലോക്കറിൽ വെച്ച് പൂട്ടിയിരുന്നു. ബാത്റൂമിലാണെങ്കിൽ തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. സ്റ്റാൻഡിങ് ഷവേഴ്സ്, പ്ലെൻറ്റി സ്റ്റോറേജ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നമ്മൾ ടോയ്ലറ്ററീസും എൻ്റെ ജ്വല്ലറി ഐറ്റംസും എൻ്റെ ബാക്കിയുള്ള ആക്സസറീസ് എല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചിരുന്നത്. പിന്നെ ബാൽക്കണി വ്യൂവിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇൻക്രെഡിബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ പോർട്ടിലും ഓരോ ട്രാവലിങ്ങിലും നമ്മൾ അത് ശരിക്കും എൻജോയ് ചെയ്തു. ക്രൂസിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ് ഫ്രം മല്ലു ബെസ്റ്റീസ്. സ്റ്റേ ട്യൂൺ. അപ്പോൾ എങ്ങനെ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ടിൽ ദെൻ, ബൈ.